പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ. ഹലോ 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 മയോളിലേക്ക് ഹലോ ഹലോ. നാടകപ്പനി കേരളമാകെ നാടകപ്പനി പടരുന്നു. കൊറോണ കാല നാടക ചിന്തകളും വർത്തമാനങ്ങളുമായി തലശ്ശേരി മേഖല സംഘടിപ്പിക്കുന്ന നാടകപ്പനി കേരളത്തിലെ പ്രമുഖ നാടക പ്രവർത്തകർ സംസാരിക്കുന്നു. നമസ്കാരം. ഇന്ന് നാടകപ്പനി 14 ദിവസത്തിലേക്ക്. ഇന്ന് നമ്മുടെ കൂടെ ശ്രീ ടി സുരേഷ് ബാബു, ശ്രീ കെ പി ഗോപാലൻ, ശ്രീ രഘുനാഥ് പടവ്. നിങ്ങൾ പറഞ്ഞിരുന്നില്ല തുടങ്ങാം. ഇരുട്ടിൽ ഉണർന്നിരിക്കുന്നവരാണല്ലോ കലാകാരന്മാർ എന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഇരുട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ വെളിച്ചം അറിയാതെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് വെളിച്ചമില്ലാണ്ടായിപ്പോയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് ചില വിഭാഗം ആളുകൾക്ക്, പ്രത്യേകിച്ചും ഉപജീവനത്തിന് വേണ്ടി നാടകത്തിന് വരുന്ന നാടക പ്രവർത്തനം നടത്തുന്ന ആളുകളും അത് പ്രത്യേകിച്ചും ബാധിക്കും. കാരണം അവർക്ക് വേറെ വഴികൾ ഇല്ല. മത്സര നാടകങ്ങളും മറ്റും അങ്ങനെയൊക്കെ എന്താ പറയാ, ഈ ക്യാമ്പസ് നാടകങ്ങൾ, ഇതൊക്കെ കാത്തിരുന്ന് അതിൽ നിന്ന് ഉപജീവനം ആർജിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെയും മറികടന്ന് അതിജീവനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാലത്തും ഇരുട്ട് തന്നെയാണ്. ഈ ഇരുട്ടിനെ അതിജീവിക്കാൻ നാടകമാണ് അവന്റെ ആയുധം. അത് എല്ലാ കാലവും അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വിരളമാണ്. പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. ഒരു സഹായത്തിന് ആളുകളില്ലാത്ത വരുന്ന സമയത്ത് കണ്ടെത്തലാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല. എല്ലാ കാലവും ഇത്തരം സംഭവങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതൊരു വളരെ പോസിറ്റീവാക്കി മാറ്റുക ചെയ്യുക ഇത്തരം കാര്യങ്ങൾ. അതിന് ഞാൻ സുബീറിന്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. എല്ലാ കാലത്തും ഇത്തരം പ്രതിസന്ധികളിൽ വളരെ നമുക്ക് ഇതും ഒരു പാഠമാണ്. ഇതെല്ലാം മുൻകൂട്ടി കാണുന്നത് തന്നെയാണ് ഈ കലാകാരന്മാര്. ഇത് ഈ വൈറസ് ആയി വന്നതല്ലാതെ ഇത് വേറെ രീതിയിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള എങ്ങോട്ടാ പോയത്. നമ്മള് വല്ലാത്തൊരു വെളിച്ചത്തിലേക്കല്ലേ പോയിരിക്കുന്നത്. ഇത് തന്നെ നമുക്കൊരു പാഠമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് ഇങ്ങനെയൊക്കെ ആണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നരായി ജീവിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണോ, അത് ശരി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഒരു പാഠമാണ്. അതൊക്കെ മനസ്സിലാക്കാൻ അതിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ട് പുതിയ നാടകങ്ങളാണ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് ഞാനൊക്കെ കാണുന്നത്. സത്യത്തില് പണത്തിനു വേണ്ടി പണത്തെ പിടിച്ചടക്കി പണത്തിനു വേണ്ടി മാത്രം ഉപജീവനത്തിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോയ നമ്മളെ കലാകാരന്മാര് വരെ ഇത് മാത്രം ആണ് നാടകത്തിലൂടെ കാശുണ്ടാക്കി കളയാം ഇതുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച ആളുകൾക്ക് പോലും ഒരു മാതൃ എന്താണ് പറയാ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. അവർ പുനർചിന്തനം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു ഉപജീവന മാർഗം ആലോചിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടകം എന്ന് പറഞ്ഞ ജൈവ കലയാണ്, ജൈവപരമായ. അതായത് ഇപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നാടകം. ശ്രീജിത്തിന്റെ മണ്ണാന്ന് തോന്നുന്നു കൃഷിയുടെ നാടകത്തെക്കുറിച്ച്, കൃഷിയിടത്തിലെ നാടകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നാടകം ആ രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളെ ഷീജ അർണാട്ടുകാരെ ഷീജൊക്കെ ചെയ്യുന്നത് അവിടുത്തെ കുടുംബം, അവിടുത്തെ എന്താ പറയാ പശുക്കളെയൊക്കെ പോറ്റിക്കൊണ്ടൊക്കെ ഒരുപാട് ഫാമുകളൊക്കെ നടത്തിക്കൊണ്ടാണ് അവിടുത്തെ നാടക പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. കാർഷിക മേഖലയുള്ള ഗ്രാമങ്ങളിലൊക്കെ, ഞാനൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നാടകം ചെയ്തത് നാടകക്കാരനായതാണ്. എനിക്ക് നാടകത്തിന്റെ എന്താ പറയാ വലിയ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരങ്ങളുമായിട്ട്, പിന്നെ ഇങ്ങോട്ട് നഗരത്തിലൊക്കെ ഒന്നുമില്ലാതെ ഗ്രാമങ്ങളിലാണ് നമ്മളൊക്കെ നാടകങ്ങൾ ഉണ്ടായത്.
നാടകങ്ങളില് അവിടെ എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ മനുഷ്യന്മാരുടെ കൂട്ടായ്മകളും അവർക്ക് കിട്ടുന്ന അവര് കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഈ കൃഷി കഴിഞ്ഞിട്ട് വന്നിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നാടകങ്ങളൊക്കെ പുതിയ നാടകങ്ങൾ നല്ല നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ സാധ്യതകൾ, അങ്ങനത്തെ സാധ്യതകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരിപ്പോ ഈ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. എല്ലാ സമയത്തും നമ്മളെല്ലാരും ഒത്തിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ നാടകം ചെയ്യണമെന്നൊന്നുമില്ല. കെട്ടിപ്പിടിക്കലൊക്കെ നമ്മുടെ മനസ്സുണ്ടായാൽ മതി. അത് സ്നേഹത്തിന്റെ ഭാഷയാണ് കെട്ടിപ്പിടുത്തമൊക്കെ. അപ്പൊ ആ രീതിയിൽ പോകുന്നുണ്ട്. അതേമാതിരി ഈ ജൈവപരമായി പോകേണ്ടതിന് പകരം ഇപ്പൊ ഡിജിറ്റൽ മീഡിയയിലൂടെയൊക്കെ നാടകം കളിക്കുക, നാടകക്കാരനാകുക, സംസാരവും പ്രഭാഷണവും ഈ പറയുന്നത് പോലും ചിലപ്പോൾ നമുക്ക് ഈ പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു ഉപാധികളാക്കി മാറ്റാം. ചിലപ്പോ എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ബോറടി ഇല്ലാതാകാൻ വേണ്ടി ചില ആളെ ബോറടിപ്പിക്കാം. അങ്ങനെയുണ്ട്. നമ്മളൊരാളെ കത്തി വെച്ചുകൊണ്ട് കത്തി വെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കത്തി വെക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കലാകാരന്മാർക്ക്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആക്കാന്നല്ലാതെ ജനങ്ങളെ അതിന് ബുദ്ധിമുട്ടിക്കാനൊന്നും മെനക്കെടരുത്. ജനങ്ങൾ പറയുകയാണെങ്കിൽ അവര് നാടകം ജൈവപരമായിട്ട് അവരോട് നേരിട്ട് സംവേദിക്കാനുള്ളതാണ്. അവരും നമ്മൾ തമ്മിൽ ഒരുപാട് ഇത് നടക്കാനുണ്ട്, ആശയവിനിമയം നടക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള ഉപാധിയാണ് നാടകം. ഞാൻ KP ഗോപാലൻ. എല്ലാവർക്കും നമസ്കാരം. എന്റെ 50 വർഷക്കാലത്തെ എളിയ നാടക ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊരു കാലം ഇതാദ്യം. അതെ, ഇത് കൊറോണ കാലം. ലോകവും ലോകജനതയും ഇന്ന് ഈ വൈറസ് ഭീകരന് മുന്നിൽ ഭയന്നു വിറക്കുകയാണ്. അടച്ചുപൂട്ടപ്പെട്ട ആരാധനാലയങ്ങൾക്കകത്ത് സകല ദൈവങ്ങളും സമാധിയിലാണ്. പ്രിയ കവി കൽപ്പറ്റയുടെ ഭാഷയിൽ കൊറോണ എന്താണ് ഇനി കവരാനുള്ളത്? സമൂഹത്തെ കട്ടു, പൊതുസ്ഥലങ്ങൾ കട്ടു, തിയേറ്ററുകൾ കട്ടു, തൊഴിലിടങ്ങൾ കട്ടു, സൗഹൃദങ്ങൾ കട്ടു, കൂട്ടായ്മകൾ കട്ടു, നീതി കട്ടു. എന്തിന്? അവരവരുടെ മുഖങ്ങൾ പോലും കൈമോശം വന്നൊരു കാലത്തിലാണിന്ന് മനുഷ്യൻ. അവന് സ്പർശം പോലും നിഷിദ്ധമാണ്. വാക്കുകൾ വായ്ക്കകത്ത് തടങ്കലിലാണ്. ഈ ഒരു കഠിന കാലത്ത് നാടകം എന്ന രംഗകലക്ക് അതിജീവനം സാധ്യമാണോ എന്ന വലിയ ചോദ്യത്തിന് മുമ്പിലിന്ന് നാടകകൃത്തുക്കളും നാടകപ്രവർത്തകരും പകച്ചു നിൽക്കുന്നു. നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ. എന്റെ ഉള്ളിൽ നാടകവും, എനിക്ക് മുന്നിൽ സദസ്സും. നാടകത്തെ സംബന്ധിക്കുന്ന ഈ ലളിതമായ നിർവചനം നിർവഹിച്ച നാടകാചാര്യനും ഇന്നില്ല. The 4 elements of drama presentation are: 1. Horizontal floor. 2. Perpendicular scenery. 3. Moving actor. 4th. The lighted space which contained them. എന്ന ഡിറ്റാർജന്റ് നിർവചനവും ഈ കൊറോണ കാലത്ത് സാധ്യമാക്കുന്നത് എങ്ങനെ? 1. ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രധാന വിഭാഗം നാടകകൃത്തുക്കളുടേതാണ്. ഭാവനക്ക് വ്യാപരിക്കുന്നതിന് കൊറോണ വിലക്കുകൾ ബാധകമല്ല എന്നതിനാൽ നാടക സാഹിത്യശാഖ സമ്പന്നമാക്കാൻ ഈ കൊറോണ കാലത്ത് നാടകരചയിതാക്കൾക്ക് കഴിയണം. 2. വാചിക നാടകങ്ങൾക്ക് ഇന്നത്തെ പ്രതിസന്ധി ഒരിക്കലും തടസ്സമാകുന്നില്ല. അതുകൊണ്ട് കാഴ്ചയെ കൂടി കേൾവിയിലൂടെ സാധ്യമാക്കുന്ന റേഡിയോ നാടകങ്ങളും മറ്റു വാചിക നാടകങ്ങളും ഈ കഠിനകാലത്ത് പെരുകട്ടെ എന്നാശംസിക്കാൻ ഒരു എളിയ നാടക പ്രവർത്തകൻ എന്ന നിലക്ക് ഈ അവസരം ഉപയോഗിക്കുകയാണ്. 3. ഏകപാത്ര നാടകങ്ങൾക്കും ഇന്നത്തെ വിലക്കുകളെ ഒരു പരിധിവരെ അതിജീവിക്കാനാവുമെന്നാണ് എന്റെ എളിയ മറ്റൊരഭിപ്രായം. മനുഷ്യൻ സോഷ്യൽ മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകപാത്ര നാടകങ്ങളുടെ രചനയും രംഗാവിഷ്കരണങ്ങളും സാധ്യമാക്കാൻ ശ്രമിക്കാവുന്നതാണ്. നാടകരചനയുടെയും അവതരണത്തിന്റെയും ജീവനറ്റുപോകാതെ നാടകമെന്ന രംഗകല ഏകപാത്ര നാടകങ്ങളിലൂടെ സജീവമാകട്ടെ. ജീവനുള്ള മനുഷ്യൻ ജീവനുള്ള മനുഷ്യരുമായി നേരിട്ട് സംവേദിക്കുന്നതിനും സംവാദത്തിലേർപ്പെടുന്നതിനും നാടകമെന്ന കലാരൂപത്തിന്റെ തനിമ വീണ്ടെടുക്കാൻ ഈ കോവിഡ് കാലത്ത് കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇന്ന് ഈ ലോകത്തെ ഗ്രസിച്ച ഇരുട്ട് ഒഴിഞ്ഞു പോകുക തന്നെ ചെയ്യും. നാളത്തെ പ്രഭാതത്തിൽ നാടകത്തിന്റെ പുതിയ പൂക്കാലം വന്നെത്തുമെന്ന് തന്നെ പ്രത്യാശിക്കാം. നന്ദി. നമസ്കാരം. എന്റെ വാക്കുകൾ കേൾക്കുന്ന
എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കൊറോണ കാലത്തെ നാടക ചിന്തകൾ, നാടക വർത്തമാനങ്ങൾ. നാടക തലശ്ശേരി മേഖലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഈ പരിപാടി നവീനവും കാലിക പ്രസക്തവുമാണ്. എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നമ്മൾ നാടകക്കാർ അസാധാരണമായ ജീവിതത്തിലെ അസാധാരണ സംഭവങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അതായത് സംഘർഷവും സംഘട്ടനവുമുള്ള പ്രമേയം ആസ്വാദകന്റെ മനസ്സിൽ ചലനം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ നാടകക്കാരാണ് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്നത്. ഈ ഭൂമിയിൽ ജനസംഖ്യ ആദ്യത്തെ 100 കോടി ഉണ്ടായി വരുവാൻ ലക്ഷക്കണക്കിന് വർഷം വേണ്ടി വന്നിരുന്നു. എന്നാൽ രണ്ടാമത്തെ 100 കോടി ജനസംഖ്യ ഉണ്ടായി വരുവാൻ വെറും 123 വർഷം മാത്രമാണ് വേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ഭൂമുഖത്ത് 100 കോടി ജനങ്ങൾ ഉണ്ടാകുവാൻ വെറും 10-11 വർഷം മാത്രമാണ്. ഭൂമിയിൽ മനുഷ്യരാശി മാത്രം ഇങ്ങനെ വളരാൻ പാടുള്ളൂ. പുരാതന ശിലായുഗം മുതൽ ആധുനിക കാലം വരെ മനുഷ്യരാശി ഒരുപാട് സംഘർഷങ്ങൾ നേരിട്ടിട്ടുണ്ട്. മഹാമാരിയായും യുദ്ധമായും. എന്നാൽ കോവിഡ് വൈറസിനൊപ്പമുള്ള സഞ്ചാരം മനുഷ്യന്റെ ഭാവനയ്ക്കും പ്രവൃത്തിക്കും മൂല്യനിർണയത്തിന്റെയും അതിരുകളിൽ നിൽക്കില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. സംസ്കാരം, രാഷ്ട്രീയം, ധനതത്വ സംവിധാനത്തിലൂടെ ഭൂമിയിൽ അനിയന്ത്രിതമായ മാറ്റങ്ങളാണ് കോവിഡിന്റെ ഉത്ഭവം വരെ നടന്നത്. അന്യഗ്രഹ ആവാസം, ബഹിരാകാശത്തിലെ സാധ്യത, നാനോ ടെക്നോളജി, ഡിജിറ്റൽ ക്രയവിക്രയം, ആശയവിനിമയത്തിൽ അപാരതയിൽ വരെ മനുഷ്യനെത്തിയിരിക്കുന്നു. നിസ്സാരനായ വൈറസ് ഭൂമി പിടിച്ചു കുലുക്കുന്നു. നൂറ്റാണ്ടുകളായി പ്രകൃതിക്കുമേൽ പ്രധാനമായും ചൂഷണ വ്യവസ്ഥയുടെ ഭാഗമായി നടത്തിയ അതിക്രമങ്ങളുടെ പ്രത്യാഘാതം എന്ന നിലയിൽ ഇതിനെ കാണുന്നു. 40 വർഷം കൊണ്ട് 150 കോടി ഹെക്ടർ വനം നശിപ്പിക്കപ്പെട്ടു. മനുഷ്യന്റെ ഇടപെടലോടുകൂടി മാത്രം ഭൂമുഖത്ത് നിരവധി ജാലങ്ങൾ നഷ്ടപ്പെട്ടു. ഇനിയുള്ളത് നശിക്കാൻ ഇനി അധികകാലം വേണ്ട. ഭൂമിയുടെ കരളും കിഡ്നിയുമാണ് മഴക്കാടുകൾ എന്ന് നാം മറന്നുപോയി. ഭൂമി സ്വയം ചികിത്സ നേടുകയാണ്. നമ്മൾ നാടകക്കാർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുള്ള കാലമാണിത്. വെല്ലുവിളികളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നവരെന്നതാണ്. നാടകക്കാർ എന്നും നാടിന്റെ വഴികാട്ടികളാണ്. ശാരീരികമായും മാനസികമായും ഉണർന്ന് പ്രവർത്തിക്കാം. നമ്മളിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നതും അതാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? നാം കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി കുട്ടികളുമായി ഇടപഴകിയ ഞങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും കുട്ടികൾ എങ്ങനെ പ്രതികരിച്ചു, അതിജീവിച്ചു എന്ന് നിരീക്ഷിച്ചിരുന്നു. 1.5 വയസ്സും 5 വയസ്സും 12 വയസ്സുമുള്ള കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും സ്വയം പഠിച്ചിരുന്നു. കുട്ടികൾ മുതിർന്നവരെ പഠിപ്പിക്കുന്നുമുണ്ട്. ഗവൺമെന്റ് നിയമങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടികളാണ് സ്വായത്തമാക്കുന്നത്. മുതിർന്നവർക്കാണ് യുക്തിയിലും ശീലങ്ങളിലും വഴക്കമില്ലായ്മ കാണുന്നത്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കണം. കുട്ടികളിൽ സർഗാത്മകത വളരാൻ ഏറ്റവും നല്ല ഒരു വഴി കുട്ടികളുടെ നാടകം തന്നെയാണ്. നന്നേ ചെറുപ്പം മുതൽ ഏർപ്പെടുന്ന കുട്ടികളുടെ ഡ്രമാറ്റിക് പ്ലേ, അത് നഗരത്തിലായാലും ഫ്ളാറ്റിലായാലും വില്ലയിലായാലും നാട്ടിൻപുറങ്ങളിലായാലും നടക്കുന്നു. അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് അവശ്യ ഘടകവുമാണ്. അതിൽ മുതിർന്നവർ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കളികൾ ജീവിതത്തിന്റെ വൈറ്റൽ പാർട്ടാണ്. 15 വയസ്സ് വരെ കുട്ടികൾ കളിച്ചു തന്നെ വളരുന്നതാണ് നല്ലത്. അത് വൈകാരിക സംപ്രേഷണത്തിനും വൈകാരിക പ്രകടനങ്ങളുടെ ആധികാരികതയ്ക്കും ഗുണം ചെയ്യും. ഇങ്ങനെയുള്ള കളികൾ സംഗീതത്തിന്റെ സഹായത്തോടെ പങ്കാളികളും ഗൈഡും ചേർന്ന് അനുകൂലമായ സ്ഥലത്ത് ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന വിവിധ നിറത്തിലും വലുപ്പത്തിലുമുള്ള സാധന സാമഗ്രികളും ഉപയോഗിച്ച് കുട്ടിയുടെ സമഗ്രമായ വികാസം ലക്ഷ്യം വെച്ച് ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ് സർഗാത്മക നാടകം. ഇതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ചെലവില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത.
ഇതെന്താണ് നാടകവേദിയുമായുള്ള ബന്ധം എന്താണ് അപ്പോൾ ഉയരുന്ന ചോദ്യം. സർഗാത്മക നാടകത്തിന്റെ മദർ ആർട്ടാണ് തിയേറ്റർ, നാടകവേദി. എല്ലാ കലയും സമന്വയിക്കുന്ന ലോകത്തിലെ ഏക കല നാടകവേദിയാണ്. അതാണ് നാടകവേദിയുടെ പ്രസക്തി. പ്ലേ പ്രൊഡക്ഷൻ എന്നതും ക്രിയേറ്റീവ് ഡ്രാമ എന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റീവ് ഡ്രാമയിൽ അവതരണം മുഖ്യ ലക്ഷ്യമല്ല എന്നുള്ളതാണ്. ജീവിതത്തിന്റെ റിഹേഴ്സലാണ് അവിടെ നടക്കുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് എക്സ്പീരിയൻസ്, കൂട്ടമായ അനുഭവമാണ് നടക്കുന്നത്. ഇതിനേക്കാൾ മനോഹരമായ ഒരു ഡെഫിനിഷൻ, ക്രിയേറ്റീവ് ഡ്രാമ ഈസ് ഇംപ്രവൈസേഷണൽ, നോൺ എക്സിബിഷണൽ, പ്രോസസ് സെന്റേർഡ് ഫോം ഓഫ് ഡ്രാമ ഗൈഡഡ് ബൈ എ ലീഡർ. ഇനാക്ട്, ഇമാജിൻ, റിഫ്ലക്ട് upon human experiences, real or imagined. ഇതിൽ പ്ലാൻ, പ്ലേ, ഇവാലുവേഷൻ, ഇത് തന്നെയാണ് ജീവിതത്തിൽ നടക്കുന്നത്. സർഗാത്മക നാടക പ്രക്രിയയിലൂടെ പങ്കാളികൾ കടന്നുപോയാൽ താഴെ പറയുന്ന ശേഷികൾ ലഭിക്കും. 1. ക്രിയേറ്റിവിറ്റി ആൻഡ് ഈസ്തെറ്റിക് ഡെവലപ്മെന്റ്. 2. എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി. 3. സോഷ്യൽ ഗ്രോത്ത് ആൻഡ് എബിലിറ്റി ടു വർക്ക് കോപ്പറേറ്റീവ് വിത്ത് അതേഴ്സ്. 4. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്. 5. മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. 6. നോളജ് ഓഫ് സെൽഫ്. ആധുനിക വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ്. നാടകവേദിയിൽ നാടകം ആസ്വദിക്കണമെങ്കിൽ അഭ്യാസം വേണം. വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള നാടക പ്രവർത്തകരും നാടകത്തിൽ താല്പര്യമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരും സമന്വയിക്കുന്ന സ്ഥലത്താണ് സർഗാത്മക നാടക പ്രവർത്തകർ രൂപാന്തരപ്പെട്ടു വരിക. ഈ മേഖലയിൽ കേരളത്തിൽ തൊഴിൽ എന്ന നിലയിൽ അനന്ത സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും പടവ് ക്രിയേറ്റീവ് തിയേറ്റർ പ്രവർത്തകർ ചെയ്യാൻ സന്നദ്ധരാണ്. ഇത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട ഓരോരാൾക്കും നന്ദി, നമസ്കാരം. നാടകപ്പനി നാളെ സമാപനം. നാളെ നമ്മുടെ കൂടെ ശ്രീ ജിനോ ജോസഫ്, ഷൈജു അന്തിക്കാട്, ദേവേന്ദ്രനാഥ് ശങ്കരനാരായണൻ, രാജശേഖരൻ ഓണന്തുരുത്ത്, മുരളി ഏറാമല. കാത്തിരിക്കുക നാളെ രാത്രി 7 മണി വരെ.